ക്യാബിനറ്റ് യോഗം നടക്കുകയാണ്. ആ യോഗ തീരുമാനങ്ങൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങൾ അറിയിക്കും. മുഴുവൻ തീരുമാനവും സി എം അറിയിക്കും. സിപിഐയുടെ നിലപാടുകളുടെ ഒരു വിജയമായിട്ട്, രാഷ്ട്രീയ വിജയമായിട്ട് ഇതിനെ കണക്കാക്കിക്കൂടെ? ഇല്ല, അങ്ങനെ വിജയത്തിന്റെയോ പരാജയത്തിന്റെയോ കണക്കെടുക്കാൻ സിപിഐ ഇല്ല. സിപിഐ പറയും വിജയത്തിന്റെ കാര്യമാണ് പറയേണ്ടതെങ്കിൽ ഈ വിജയം LDFന്റെ വിജയമാണ്, ഇടതുപക്ഷ ഐക്യത്തിന്റെ വിജയമാണ്, ഇടതുപക്ഷ ആശയത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വിജയമാണ്. PM ശ്രീയിൽ വൻ പിന്നോട്ട് പോക്കിന് CPM ഒരുങ്ങുന്നു. CPI തർക്കം സമവായത്തിലേക്ക് നീങ്ങുകയാണ്. PM ശ്രീയിൽ ധാരണാപത്രം മരവിപ്പിക്കും. തീരുമാനം MA ബേബി D രാജയെ അറിയിച്ചുവെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ അതിസുപ്രധാനമായ നീക്കമാണ്. മുന്നണിയെ പ്രശ്നം പരിഹരിക്കാൻ CPM വലിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നു എന്നതാണ്. CPM മുട്ടുമടക്കുന്നു, അങ്ങനെ തന്നെ നമുക്ക് പറയാം ഈ വിഷയത്തിൽ. കാരണം CPIയുടെ സമ്മർദ്ദത്തിനൊടുവിൽ PM ശ്രീയിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. അതിന്റെ സാങ്കേതിക നിയമവശങ്ങൾ മറ്റൊരു രീതിയിൽ, പക്ഷേ രാഷ്ട്രീയപരമായ ഈ തീരുമാനം CPM പ്രഖ്യാപിച്ചേക്കും എന്നതാണ് സാഹചര്യം. രാവിലെ നടന്ന നിർണായക കൂടിക്കാഴ്ചയിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നിരിക്കാം. മുഖ്യമന്ത്രി MA ബേബി, ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി ഇവരടക്കം അവർ നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് കരുതാം. അങ്ങനെയെങ്കിൽ വമ്പൻ പിന്നോട്ട് പോക്കാണ് PM ശ്രീയിൽ. പിന്നോട്ട് പോക്ക് CPI മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിക്കുന്നു. ദേശീയ നേതൃത്വങ്ങൾ തമ്മിലുള്ള സംസാരിച്ച് ഈ വിഷയത്തിൽ ധാരണ ഉണ്ടാകുന്നു എന്നതാണ്. പ്രകാശ് ബാബുവും ഈ ധാരണ പങ്കുവെക്കുകയാണ്. അതായത് പ്രകാശ് ബാബുവും പ്രശ്നപരിഹാരത്തിലേക്ക് എന്ന സൂചനകൾ പങ്കുവെക്കുന്നു. മുന്നണി തകരില്ല, പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന ആത്മവിശ്വാസം CPI കേന്ദ്രങ്ങൾ കൂടി പങ്കുവെച്ചെങ്കിൽ അതിനർത്ഥം ആലോചനകൾ, ആശയവിനിമയങ്ങൾ സജീവമായി നടക്കുന്നു. PM ശ്രീയിൽ പിന്നോട്ട് പോക്കാണ്, അതായത് CPIയുടെ വാദങ്ങൾ അംഗീകരിക്കപ്പെടുന്നു എന്നതാണ് സാഹചര്യം. VV അരുൺ ഉണ്ടെന്ന് കരുതുന്നു. അരുൺ, വലിയ പിന്നോട്ട് പോക്കാണ്, വലിയ ട്വിസ്റ്റാണ് സംഭവിക്കുന്നത്. എന്താണ് ഈ ആലോചനകൾ, നീക്കങ്ങൾ? ഇത് പങ്കുവെച്ചു കഴിഞ്ഞോ CPIയുമായിട്ട്? CPIയുമായി അക്കാര്യങ്ങൾ CPI നേതൃത്വം, CPM ജനറൽ സെക്രട്ടറി CPI ജനറൽ സെക്രട്ടറിയുമായാണ് കാര്യങ്ങൾ പങ്കുവച്ചത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതായത് സംസ്ഥാന സർക്കാർ ഈ കരാറിൽ നിന്ന് പിന്മാറാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മരവിപ്പിക്കാനോ തയ്യാറാണെന്ന CPMന്റെ ഒത്തുതീർപ്പ് ഫോർമുല CPI നേതൃത്വത്തിന് മുമ്പാകെ വച്ചു കഴിഞ്ഞു. അതിലിപ്പോൾ ചർച്ച നടക്കുകയാണ്. CPIയുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ദേശീയ സെക്രട്ടറി K പ്രകാശ് ബാബു അടക്കം പങ്കെടുത്തുകൊണ്ട് ചേരുകയാണ്. ആ യോഗത്തിൽ ഈ CPMന്റെ നിർദ്ദേശം അംഗീകരിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമാകും. നമുക്ക് ലഭിക്കുന്ന സൂചനകളനുസരിച്ച് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് പൂർണ്ണമായ ഒരു ഒത്തുതീർപ്പിലേക്ക് പോവുകയാണ്. CPIയുടെ സമ്മർദ്ദത്തിന്, രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ച്, ഒരു പ്രത്യയശാസ്ത്ര സമീപനം ഉയർത്തിപ്പിടിച്ച് CPI മുന്നോട്ട് വെച്ച ഒരു ആവശ്യത്തിന്, അവരുടെ സമ്മർദ്ദത്തിന് CPM, ഇടതുമുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ പാർട്ടിയായ CPM വഴങ്ങുന്നു എന്ന് തന്നെ പറയണം. കടുംപിടുത്തം ഉപേക്ഷിക്കാൻ CPM തയ്യാറാകുന്നു എന്ന് ഇതുവരെയുള്ള സൂചനകൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നതുപോലെ CPIയുടെ ഒരു ആവശ്യം അത് തന്നെയായിരുന്നു. ഒന്നുകിൽ കരാറിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുക, നിബന്ധനകളൊന്നുമില്ലാതെ പിന്മാറുക, അല്ലെങ്കിൽ പിന്മാറാൻ തയ്യാറാണെന്നൊരു കത്ത് കേന്ദ്രത്തിന് നൽകുക. അതായിരുന്നു CPIയുടെ ആവശ്യം. ആ ആവശ്യത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. CPIയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ MN സ്മാരകത്തിലുണ്ട്. അവരുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. ആ യോഗത്തിനൊടുവിൽ ഒരുപക്ഷെ ഒരു തീരുമാനം അവർ പ്രഖ്യാപിച്ചേക്കാം. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് ഒരിടത്തും ഔദ്യോഗികമായി ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് മന്ത്രിമാർ പങ്കെടുക്കുമെന്ന് അവർക്ക് പറയേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ അവരുടെ എക്സിക്യൂട്ടീവ് തീരുമാനം അതായിരുന്നു. അനുകൂലമായ നിലപാട് CPMൽ നിന്ന്, മുന്നണിയിൽ നിന്നുണ്ടായില്ലെങ്കിൽ മന്ത്രിമാർ ഇന്ന് പങ്കെടുക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു. മന്ത്രിമാരെ പിൻവലിക്കാനടക്കം കടുത്ത നടപടികളിലേക്ക് പോകാനും നേരത്തെ ആലോചനകൾ വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വ്യക്തമായ സൂചനകൾ, വ്യക്തമായ വിവരങ്ങൾ നേതാക്കളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതൊരു ഒത്തുതീർപ്പിലേക്ക് തന്നെ, സമവായത്തിലേക്ക് തന്നെ എത്തുകയാണ്. PMC എന്ന മുന്നണിയുടെ നയത്തിന് വിരുദ്ധമായ കരാറിൽ നിന്ന് പിന്മാറാനോ അല്ലെങ്കിൽ മരവിപ്പിക്കാനോ താൽപര്യം കേന്ദ്ര സർക്കാരിനെ CPM വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കും. അതിൽ സാങ്കേതികമായും നിയമപരമായ പ്രശ്നങ്ങളുണ്ടാകാം. അതൊന്നും ഇപ്പോൾ CPMO CPIയോ കണക്കാക്കില്ല. പകരം ഒരു പ്രത്യയശാസ്ത്രപരമായ, നയപരമായ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു തീരുമാനം തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇവിടെ നിന്ന് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത്.